ഓം ശാന്തി. സത്യമായ മനസ്സുകൊണ്ടുള്ള സ്നേഹമാണ് ഈശ്വരനുമായി അനുഭവം ചെയ്യാനുള്ള വിധിയും ജീവിത പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും. സത്യമായ മനസ്സിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത് എന്നാണ് പറയുന്നത്. സത്യമായ മനസ്സെന്നാൽ ക്ലീൻ ആയിരിക്കണം, ക്ലിയറുമായിരിക്കണം. നമ്മൾ ഒരു തെളിഞ്ഞ വെള്ളത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ അടിത്തട്ട് വരെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം ക്ലിയറായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഒരു കലക്ക് വെള്ളത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമുക്കൊന്നും വ്യക്തമായി കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ കാര്യവും. മനസ്സ് എപ്പോഴാണോ അസ്വസ്ഥമാകുന്നത് അപ്പോൾ നമുക്ക് ഈശ്വരനുമായി അനുഭവം ചെയ്യാൻ സാധിക്കുകയില്ല. ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സാധിക്കുകയില്ല. കാരണം അശുദ്ധമായ വെള്ളം ശുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ലല്ലോ. എന്നാൽ അശുദ്ധമായ വെള്ളം തന്നെയാണ് ശുദ്ധമായ വെള്ളമായി പരിവർത്തനപ്പെടുന്നതും. ആ വെള്ളം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ശുദ്ധമായ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതും. അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. മനസ്സ് എപ്പോഴാണോ ശുദ്ധമായി പരിവർത്തനപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈശ്വരനുമായി അനുഭവം ചെയ്യാൻ സാധിക്കും. ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സത്യമായ മനസ്സിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത് എന്ന്. എന്നാൽ എനിക്ക് ഈശ്വരനുമായി അനുഭവം ചെയ്യുന്നതിനും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും ഞാൻ എവിടത്തേക്കാണ് ആദ്യം ശ്രദ്ധ നൽകേണ്ടത്? ഇതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ശ്രദ്ധയാണ് നമ്മുടെ മനസ്സിൻ്റെ കാവൽക്കാരൻ എന്ന് പറയാറുണ്ട്. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് അതിൽ തെറ്റുപറ്റിയാൽ നമ്മൾ പറയാറുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തുകൂടെ, എവിടെയായിരുന്നു നിങ്ങളുടെ ശ്രദ്ധ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും ശ്രദ്ധ നൽകേണ്ടത് നമ്മുടെ മനസ്സിലേക്ക് തന്നെയാണ്. കാരണം മനസ്സിലാണ് എല്ലാ ചിന്തകളും രൂപാന്തരപ്പെടുന്നത്. നമ്മുടെ മനസ്സിൽ രൂപാന്തരപ്പെടുന്ന ചിന്തകൾ ഈശ്വരനുമായി അനുഭവം ചെയ്യാൻ സാധിക്കുന്നതാണോ എന്നതിലാണ് നമ്മൾ ആദ്യം ശ്രദ്ധ നൽകേണ്ടത്. അഥവാ അനുഭവമാകുന്നില്ല എങ്കിൽ നമ്മുടെ ചിന്തകളിൽ ശുദ്ധീകരണം കൊണ്ടുവരിക എന്നത് ആവശ്യമായ കാര്യവുമാണ്. മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ ശുദ്ധി കൊണ്ടുവരാറുണ്ട്. എന്നാൽ ചിന്തകളിൽ ശുദ്ധി കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈശ്വരീയ അനുഭൂതി നമുക്ക് അനുഭവം ചെയ്യാൻ സാധിക്കാത്തത്. എന്തെന്നാൽ ശുദ്ധിയിൽ നിന്നാണ് സത്യമായ സ്നേഹം ഉണ്ടാകുന്നത്. എവിടെ ശുദ്ധിയുണ്ടോ അവിടെ സത്യമായ സ്നേഹവുമുണ്ട്. അതുകൊണ്ടാണ് സത്യമായ സ്നേഹത്തോടുള്ള സമീപന രീതിയാണ് ജീവിത പ്രശ്നങ്ങൾക്കുള്ള ഏകമാർഗവും. സ്നേഹം കല്ലിനെ പോലും വെള്ളമാക്കും എന്ന് പറയാറുണ്ട്. അത്രയും ശക്തി സ്നേഹത്തിന് ഉണ്ട് എന്നാണ് അർത്ഥം. നമുക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. അതുപോലെ തന്നെയാണ് ഈശ്വരൻ്റെ കാര്യത്തിലും. ഈശ്വരനോട് നമുക്ക് സത്യമായ മനസ്സുകൊണ്ടുള്ള സ്നേഹമുണ്ടെങ്കിൽ ഈശ്വരൻ എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് നമ്മൾ ചെയ്ത് കാണിക്കുന്നവരായി മാറണം. അതാണ് ഈശ്വരനോടുള്ള സ്നേഹത്തിൻ്റെ തെളിവ് എന്നത്. അങ്ങനെയുള്ള മനസ്സാണ് ഈശ്വരൻ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നതും. ഈശ്വരനെ സ്നേഹിക്കുക എന്നാൽ അർത്ഥം സ്വയം അവനവനെ സ്നേഹിക്കുക എന്നാണ്. അവനവനെ സ്നേഹിക്കുക എന്നാൽ എല്ലാവരെയും സ്നേഹിക്കുക. സ്നേഹിക്കപ്പെട്ട് ജീവിക്കുകയല്ല, സ്നേഹം നിറവേറ്റി ജീവിക്കുക. ഇതാണ് ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഈശ്വരനുമായി അനുഭവം ചെയ്യാനുള്ള വിധിയും. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ഇങ്ങനെയുള്ള ട്രെയിനിങ് ക്ലാസുകൾ എല്ലാവർക്കും നടത്തി വരുന്നുണ്ട്. ഈശ്വരീയ അനുഭൂതി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവമാക്കേണ്ടത് എന്നും ജീവിത പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും ഈ മെഡിറ്റേഷൻ ക്ലാസ്സിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയവുമായി ബന്ധപ്പെടുക. ഓം ശാന്തി.